ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടാ. എന്താന്ന് വെച്ചാല് നമ്മുടെ നിച്ചൂട്ടി ആദ്യമായിട്ട് ഇന്ന് അംഗനവാടിയിൽ പോവാന്ന്. സ്കൂളിൽ പോവാൻ പോവാന്ന്. നിച്ചൂട്ടിന്റെ അക്കാദമിക് ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. കുറച്ച് ടെൻഷനും ഹാപ്പിയും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് കേട്ടാ. നിച്ചൂട്ടി ഇങ്ങനെ വലുതായി അംഗനവാടി പോകാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് തുടങ്ങിയില്ലേ സ്കൂളിൽ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോവുമല്ലോ. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആണ് പോയിട്ട് എന്താ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് പ്രവേശനോത്സവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇന്നലെ വന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് പ്രവേശനോത്സവം മാറ്റി വെച്ചു. ബാക്കി ജില്ലയിലെല്ലാം ഭയങ്കര മഴയും കാര്യങ്ങളല്ലേ. നമുക്കിവിടെ മഴ കുറവാണ്, എന്നാലും ഇത് ഗവൺമെന്റിന്റെ ഓർഡർ ആയിരിക്കുമല്ലേ, അതുകൊണ്ട് ആഘോഷമായിട്ട് നടത്തുന്നില്ല. പക്ഷെ കുട്ടികളെല്ലാം ഇന്ന് മുതൽ വന്ന് തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു ടീച്ചർ. അതുകൊണ്ട് ഇന്ന് പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. നിച്ചൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇട്ട് കൊടുത്ത. നിച്ചൂട്ടിന്റെ സെലക്ഷൻ ആണ്. ഓക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഓള് പറഞ്ഞപ്പോൾ അതന്നെ ഇട്ട് കൊടുത്തു. വേഗം ഇനി മുടിയെല്ലാം കെട്ടി സുന്ദരി കുട്ടിയായിട്ട് നമുക്ക് പോവാം. പോവാം നമുക്ക്. കമ്പ്യൂട്ടറാ പണിയാക്കാൻ സമയത്ത് അതെയാ? അമ്മനെ നോക്ക്, മുടി കാണുന്നില്ല. നമുക്ക് മുടി ചീകട്ടെ. ഫ്ലാസ്ക് റെഡി. അമ്മ പൊട്ട് ശരിയാക്കട്ടെ പന്ന. അതിന്റെ ഇത് മായിക്കട്ടെ അമ്മ പൗഡർ. അച്ഛ ഗുഡ് ബോയ്. അപ്പൊ നിച്ചൂട്ടി ഇതാ റെഡിയായി അംഗൻവാടി പോവാൻ വേണ്ടിട്ട്. സ്കൂള് ബുക്ക് വേണ്ട, ബുക്ക് അവിടുന്ന് തരും. നിച്ചൂട്ടി റെഡി. ചെരുപ്പിടാ ചേച്ചിയോട് ടാറ്റാ. ടാറ്റ പറ അമ്മമ്മയോട്. ടാറ്റ പറ. അനുഗ്രഹം മേടിക്ക, അമ്മമ്മയുടെ അനുഗ്രഹം മേടിക്ക്. അച്ചച്ചോട് അനുഗ്രഹം മേടിക്ക്. അതാ അച്ചച്ചോട് നോക്ക്. അനുഗ്രഹം മേടിച്ചിട്ട് വാ. പോയിട്ട് വരാമേ. നിച്ചൂട്ടിന്റെ ഫസ്റ്റ് ഡേ. ചെരുപ്പെടുക്കട്ടെ. അങ്ങനെ നമ്മള് അംഗൻവാടിയിൽ എത്തിയേ. ഈ സാംസ്കാരിക നിലയത്തിന്റെ ബാക്കിലാണ് അംഗൻവാടി. വായിച്ചു. അങ്ങനെ നിച്ചോട്ടി കയറിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടാ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിച്ച് വേഗം മിങ്കിളാവുന്നുണ്ട്, ചോദിച്ചതിന് ഉത്തരം പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങൂലോ എന്നുള്ളൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടാ. ഇന്ന് കുറേ കുട്ടികൾ ആദ്യമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കുറേ കുട്ടികളുടെ പാരൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി ഉള്ള കുട്ടികളുടെ പാരൻസും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് പുതിയ ആൾക്കാരുള്ളതുകൊണ്ട്. നിച്ചൂട്ടിനെ അംഗൻവാടിയിൽ കൊണ്ടുപോകുമ്പോഴേ അവിടെ സ്ലൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. നിച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് സ്ലൈഡ്. പിന്നെ ഇതാണെങ്കിൽ കുഞ്ഞ് സ്ലൈഡും അല്ല, നമ്മൾ നോർമലി പാർക്കിൽ ഉണ്ടാവുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടം ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പിന്നെ കൂട്ടിനൊരു ഫ്രണ്ടിനെയും കിട്ടിയിട്ട്. ആദ്യം പോയാട് യാഗ്നിക എന്നാണ് മോളുടെ പേര്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കുട്ടിയാണ് ഇത്. അവൾ തലേ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് മോളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. നിച്ചൂട്ടിക്ക് പായസമല്ലേ കിട്ടിയിട്ടുണ്ട്. നിച്ചൂട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞാടാ. പേര് പറ നമ്മുടെ ബാബേന്റെ പേര് പറ. ആന്റിയോട്. യാഗ്നിക അല്ലേ? അല്ലേ? അന്യ. എനിക്ക് ഈ നിച്ചൂട്ടിനെ അറിയോ?
അറിയോ കൊടുത്തേ അറിയോ എനിക്ക് അറിയോ ഇതിൽ കുറേ കുട്ടികളും സ്കൂളിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ LKG-യിലേക്ക് ആയ കുട്ടികളുണ്ട്, കഴിഞ്ഞ വർഷം അംഗനവാടിയിൽ ഉണ്ടായ കുട്ടികൾ. അപ്പോൾ ആ പിള്ളേരെ പാരൻസ് എല്ലാവരും കൂടെ ഈ ടീച്ചർക്കും ആയക്കും 2 ടീച്ചർമാർക്കും കൂടിയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി നിർത്തുകയാണ് കേട്ടോ. കുറച്ച് പാരൻസ് ഉണ്ടായിരുന്നു, അവർ ഇപ്രാവശ്യം പോലായി. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുട്ടികളും കൂടെ ബാക്കി ഉണ്ടാവില്ല. ഒരു 7ഓളം പുതിയ കുട്ടികൾ ഈ വർഷം ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ടീച്ചർ. മൊത്തം ഒരു 10-17 കുട്ടികൾ ഉണ്ടാവുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചർ പേര് പറഞ്ഞില്ലല്ലോ, ടീച്ചർ പേര് ഷൈമ എന്നാണ്. നമ്മൾ അംഗൻവാടി പോകുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും ടീച്ചർ എങ്ങനെ ആയിരിക്കും എന്നല്ല ഉള്ളത്. പക്ഷെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിട്ട്. ടീച്ചർ നല്ലോണം ടോക്കറ്റീവാണ്, നല്ലോണം സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വർത്താനൊക്കെ പറയുമ്പോൾ മോളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ക്ഷമയോടെ കേട്ട് അങ്ങനത്തെ ടീച്ചറെ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കില്ലേ. മുന്നേ പരിചയം ഉണ്ടായിട്ടില്ല ടീച്ചർ, 1-2 പ്രാവശ്യം വീട്ടിൽ വന്ന ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് പോയി ടീച്ചറോട് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയായി. മറ്റേ ടീച്ചറായാലും ആയാലും എല്ലാം നല്ലോണം സംസാരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായി. നിച്ചുവിന് പൊതുവേ മക്കളെ കൂടെ കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എല്ലാവരും ആയിട്ട് പെട്ടെന്ന് മിങ്കിളാവുന്നുണ്ട്. പിന്നെ കുറച്ച് സെലക്റ്റീവാണ് നിച്ചു. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. അതെല്ലാം അംഗൻവാടി പോയാലല്ലേ ആ ഒരു സ്വഭാവമെല്ലാം മാറ്റി നമ്മളെ ബിഹേവിയറൊക്കെ ഒന്ന് ക്യാരക്ടറൊക്കെ സ്കൂളിൽ പോകുമ്പോഴേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ അംഗൻവാടി ഹെൽപ്പ് ചെയ്യുമല്ലോ. ആ ഒരു പർപ്പസിലാണ് മെയിനായിട്ട് അംഗൻവാടി കൊണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. പിന്നെ കുട്ടികളെല്ലാം ഓൾറെഡി അന്നേ ഉള്ള കുട്ടികളെല്ലാം കൊണ്ടാക്കിയിട്ട് പാരൻസ് എല്ലാവരും പോയി. അപ്പോഴേക്കും ഓരോ കുട്ടികളായിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. അതെല്ലാം നിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറൊന്ന് പുറത്തേക്ക് പോയിക്കോ, അത് കണ്ടിട്ട് എനിക്ക് സങ്കടം ആവേണ്ടെന്ന് പറഞ്ഞു. 2 കുട്ടികൾ ഭയങ്കര കരച്ചിലാണ്. അത് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടമായി. ഈശ്വര, ഇതുപോലെ ആയിക്കോ, അയ്യോ അങ്ങനെ കരയിപ്പിച്ചിട്ട് പോണ്ടേന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് സെറ്റാക്കിയല്ലേ പറ്റൂ. ഒരു മോൾ എൻ്റെ മടിയിലെല്ലാം കയറി ഇരുന്നിട്ട് കരയാൻ തുടങ്ങിയിട്ട് ഞാൻ കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടമായിട്ട് വാ ആൻറ്റീൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞപ്പോൾ മടിയിൽ കയറി ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. കുട്ടിക്ക് ഇഷ്ടമായിട്ടോ ഇപ്പോൾ ഇവിടുന്ന് വരുന്നില്ല എന്നാണ് പറയുന്നത്. കളിക്കാനുള്ളത് കൊണ്ട് അമ്മയും അച്ഛനും പോകാൻ പാടില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഇപ്പോഴേ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലേക്ക് പോകലായിട്ടാ. നിച്ചൂട്ടിയാണെങ്കിൽ ജോറ് കളി ഇഷ്ടമായി സംഭവം. ഇനി ഞാൻ എല്ലായിടക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. കുറേ കുട്ടികളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിച്ചൊരു ചെറുങ്ങനൊരു പതറുന്നുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. ടീച്ചറോടെല്ലാം പറഞ്ഞിട്ട് മഴ വരുന്നുണ്ട്, ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും കൂട്ടാം വീട്ടിലേക്ക്. പിന്നെ പ്രവേശനോത്സവം ആകുമ്പോൾ കൊണ്ടാക്കുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. കളിക്കുന്നുണ്ട്. അംഗൻവാടി പോയിട്ട് ഇഷ്ടായിനാ? സ്കൂളിൽ പോയിട്ട് ഇഷ്ടായിനാ? അമ്മക്ക് മാറിപ്പോയതാപ്പ. ഏതാ ഏറ്റവും ഇഷ്ടായി? എന്നാ ഇഷ്ടായേ? സ്ലൈഡിൽ കളിക്കാൻ ഇഷ്ടായിനാ? ടീച്ചറോട് ചാറ്റിയെല്ലാം പറഞ്ഞാ വരുമ്പോ? ഇതാ ഗുഡ് ഗേൾ ആയിട്ടാ. അംഗൻവാടി പോയിട്ട് വന്നതാണ്. ഐറ പോയ അംഗൻവാടി ഇല്ലേ പണ്ട്, അവിടെ പോയ ചുട്ടി. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയേ. വേഗം വന്നാ നിന്ന് 11:30 ആയി സമയം. അപ്പോഴേക്ക് നമ്മളെത്തി. അപ്പം നിച്ചുട്ടി പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് മാമൻ തന്നിട്ടില്ലല്ലോ എന്ന്. മാമത്തിന്റെ സമയം ആയിട്ടില്ല നിച്ചുട്ടി. മാമ ഉച്ച വരെ ഇരുന്നാലേ മാമൻ കിട്ടും. ഇനി പോകുമ്പോൾ മാമൻ തരും കേട്ടോ. ഇപ്പം അവിടെ കുറേ കുട്ടികൾ ഇനി സ്കൂളിലേക്ക് പോകുമല്ലോ, അപ്പം പിന്നെ കുറച്ചും കൂടെ ഫ്രീ ആവും എന്ന് പറഞ്ഞു ടീച്ചർ. ഇപ്പോൾ പുതിയ പിള്ളേരെ നോക്കാനും ശ്രദ്ധിക്കാനും എല്ലാം അവർക്ക് സമയം കിട്ടുമല്ലോ. അതുകൊണ്ട് പ്രവേശനോത്സവത്തിന്റെ സമയത്ത് ഇനി പോവാം, സ്കൂൾ തുറന്ന ശേഷം. ഏട്ടാ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ശരിയായാല് നിന്നോളൂ. ചിരിക്കുവോ നാട് നോക്കിട്ട്. സ്ലൈഡ് ഇഷ്ടായിന്, അതിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിന്. വാ കയറ്, ഉടുപ്പെല്ലാം മാറ്റാലോ.